കേരളത്തിന്റെ തെക്കൻ ദേശങ്ങളിൽ കാലങ്ങൾക്ക് മുൻപ് മാടൻ എന്നു പേരുള്ള ധീരനും അതിശക്തനുമായ ഒരു കാവൽക്കാരൻ ജീവിച്ചിരുന്നു. ദളിത് സമുദായത്തിൽപ്പെട്ട ഈ യുവാവ് തന്റെ ഗ്രാമത്തെയും നാട്ടിലെ കൃഷിയിടങ്ങളെയും കള്ളന്മാരിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് സംരക്ഷിച്ചിരുന്നു. മാടന്റെ ധീരതയും സത്യസന്ധതയും നാട്ടുകാർക്ക് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ അവിടുത്തെ ജാതീയതയും ഉച്ചനീചത്വങ്ങളും കാരണം അവന് സമൂഹത്തിൽ അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചിരുന്നില്ല. ഒരുനാൾ രാത്രിയുടെ അന്ത്യാമത്തിൽ ഒരു വലിയ കൂട്ടം കവർച്ചക്കാർ ഗ്രാമത്തിലേക്ക് അതിക്രമിച്ചു കയറി. മാടൻ തനിച്ചാണെങ്കിലും ഭയപ്പെടാതെ അവരുമായി ഏറ്റുമുട്ടി. കവർച്ചക്കാരെ തുരത്തുന്നതിൽ മാടൻ വിജയിച്ചെങ്കിലും പോരാട്ടത്തിനിടയിൽ മർമ്മത്തിൽ ഏറ്റ മുറിവുകളാൽ അവൻ അകാലത്തിൽ മരണം വരിച്ചു. നീതിക്ക് വേണ്ടി നിലകൊണ്ട ആ വീരന്റെ ശരീരം വീണയിടം പിന്നീട് ഒരു ചുടലപ്പറമ്പായി മാറി. മാടന്റെ ആത്മാവ് തന്റെ ദൗത്യം പൂർത്തിയാക്കാതെ പോയതിലുള്ള അമർഷത്താലും അക്രമത്തിലൂടെ മരിച്ചതിനാലുള്ള ഉഗ്രതയാലും സാധാരണഗതിയിൽ മോക്ഷം നേടാതെ ആ പ്രദേശത്ത് തന്നെ ശക്തിയായി അലഞ്ഞു നടന്നു. താമസിയാതെ ഗ്രാമത്തിൽ പല ദുർമരണങ്ങളും അസുഖങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. ഗ്രാമീണർക്ക് മാടന്റെ ആത്മാവാണ് ഇതിന് കാരണമെന്ന് മനസ്സിലായതോടെ അവർ പ്രശ്നം പരിഹരിക്കാനായി ഒരു മന്ത്രവാദിയെ സമീപിച്ചു. മന്ത്രവാദി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ നീതി നിഷേധിക്കപ്പെട്ട മാടന്റെ ഉഗ്രമായ ആത്മാവാണ് ഇപ്പോൾ ഒരു ദുഷ്ടശക്തിയായി മാറിയിരിക്കുന്നതെന്നും അവനെ വേണ്ട രീതിയിൽ ആരാധിച്ചില്ലെങ്കിൽ ഗ്രാമം നശിക്കുമെന്നും തിരിച്ചറിഞ്ഞു. ഇതിനെ തുടർന്ന് മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരം ഗ്രാമീണർ മാടൻ വീണ സ്ഥലത്ത് ഒരു തറ കെട്ടി. ഒരു കോഴിമുട്ടയുടെയും കള്ളിന്റെയും അകമ്പടിയോടെ മാടനെ ഒരു നാട്ടുദൈവമായി പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ തുടങ്ങി. തന്റെ ആരാധന തുടങ്ങിയതോടെ സന്തുഷ്ടനായ മാടൻ പിന്നീട് ഗ്രാമത്തെയും തന്റെ ഭക്തരെയും എല്ലാ ദുരിതങ്ങളിൽ നിന്നും കാവൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു ഉഗ്രമൂർത്തിയായി മാറുകയായിരുന്നു. അങ്ങനെ മർദ്ദനം ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ മരണശേഷം ശക്തനും സംരക്ഷകനുമായ ദൈവമായി രൂപാന്തരപ്പെട്ടു.